എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരകൾ എല്ലാം തന്നെ അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള T20 പരമ്പരയ്ക്ക് വേണ്ടിയാണ്. ജനുവരി 11 മുതലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈയൊരു T20 പരമ്പരകളിൽ രോഹിത്, കോഹ്ലി തുടങ്ങി താരങ്ങൾ T20 ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ പരിക്കാണ്. അതുകൊണ്ട് തന്നെ പുതിയ 2 താരങ്ങളെ ഇന്ത്യൻ T20 ടീമിലേക്ക് കൊണ്ടുവരാനാണ് BCCIയുടെ പദ്ധതി. അത് മറ്റാരുമല്ല, മലയാളി താരം സഞ്ജു സാംസണാണ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരെയുള്ള ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാന് എതിരെയുള്ള T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള ആദ്യ T20ക്ക് മുന്നോടിയായി ഇന്ന് നടന്ന പ്രാക്ടീസ് മാച്ചിൽ സഞ്ജു വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. സഞ്ജു, റിങ്കു, കോഹ്ലി തുടങ്ങി താരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ഫോം ആയത്. ഓപ്പണിംഗിൽ രോഹിത്തിന്റെ വെടിക്കെട്ട് പ്രകടനവും നമുക്കിന്ന് കാണാൻ സാധിച്ചു. 3-ാം നമ്പരിൽ ഇറങ്ങിയ സഞ്ജു ഇന്ന് സെഞ്ചുറി നേടി എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. സഞ്ജുവിന്റെ ഇന്നത്തെ അടി കണ്ട് അഫ്ഗാൻ താരങ്ങളെല്ലാം അമ്പരന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന് എതിരെയുള്ള T20 പരമ്പരയും സ്വന്തമാക്കി മുന്നേറാൻ തന്നെയിരിക്കും ഇന്ത്യയുടെ ശ്രമം. പക്ഷേ ഇപ്പോഴത്തെ അഫ്ഗാൻ ടീമിനെ അത്ര വില കുറച്ച് കാണാൻ സാധിക്കില്ല. റഷീദ് ഖാൻ, ഗുർബാസ്, നബി തുടങ്ങി ലോകോത്തര താരങ്ങൾ അവർക്കുണ്ട്. അവരുടെ ഫുൾ സ്ട്രെങ്ത് ടീമുമായി ഇന്ത്യക്കെതിരെ ഇറങ്ങുമ്പോൾ ഇന്ത്യ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ അടിപ്പതറും എന്നത് ഉറപ്പാണ്. ജനുവരി 11 വ്യാഴാഴ്ച 7 മണി മുതലായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. രോഹിത്തും ഗില്ലും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ 3-ാം നമ്പറിൽ ആയിരിക്കും സഞ്ജു ഇറങ്ങാൻ പോകുന്നത്. ആദ്യ T20 മത്സരത്തിൽ രോഹിത്, കോഹ്ലി തുടങ്ങിയ താരങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട്. ഓപ്പണിംഗിൽ രോഹിത് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചാൽ ഇന്ത്യ കൂറ്റൻ ടാർഗറ്റ് എടുക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ ബൌളിംഗിലും ഇന്ത്യ ഇന്ന് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അർഷദീപ് സിംഗ്, രവി ബിഷ്ണോയ് എന്നിവർ ബൌളിംഗിൽ മികച്ചുനിന്നു. 3 T20 മത്സരങ്ങളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് എതിരെ കളിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഒരു ചെറിയ ടീമാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യ പരമ്പര നേടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. മൊബൈലിൽ ജിയോ സിനിമാസിലും ടിവിയിൽ സ്പോർട്സ് 18 ചാനലിലും ഈ ഒരു T20 മത്സരം നമുക്ക് ലൈവായി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിൽ ഇന്ത്യ എത്ര വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.